ബെന്നിച്ചേട്ടൻ ആരാ? ചേട്ടൻ എന്നെ അറിയില്ല. ഞാനൊരു ഡോക്ടറാണ്. ഒരു കാര്യം അന്വേഷിച്ചു വന്നത്. ആ, ഇരിക്കും സാറേ. താങ്ക് യു. ചേട്ടൻ മറയൂർ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ലേ? ഉവ്വ, അതിപ്പൊന്നുമല്ല, ഒരു 10-30 കൊല്ലം മുമ്പാ. അപ്പോഴത്തെ കാര്യം തന്നെ എനിക്കും അറിയേണ്ടത്. അവിടെ ചേട്ടൻ ജോസഫ് എന്ന് പറഞ്ഞൊരു മാനേജറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ? പിന്നെ ഞാൻ 2 കൊല്ലം മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ 1.5 കൊല്ലം ജോസഫ് സാറിന്റെ കൂടെ ആയിരുന്നു. അല്ല, ജോസഫ് സാറ് മരിച്ചിട്ട് കുറച്ചായില്ലേ? ആക്ച്വലി എനിക്ക് ജോസഫിനെ കുറിച്ചല്ല അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ മകളെ ഓർമ്മയുണ്ടോ? ആര്, ഏഞ്ചലിനെയോ? അതെ, ഏഞ്ചലിനെ. അല്ല, സാറ് ഡോക്ടറാണെന്നല്ലേ പറഞ്ഞു? അതെ. മനോരോഗത്തിന്റെ ഡോക്ടറാണോ? എന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, അവിടെ ഒരു എണ്ണംകെട്ട ചെക്കനുണ്ടായിരുന്നു. അവന്റെ കൂടെ കൂട്ടുകൂടിയതിനു ശേഷം ആ കുട്ടിയിൽ അങ്ങനെ കുറെ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ ജോസഫ് സാർ ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയത്. കുഴപ്പങ്ങളെന്ന് വെച്ചാ അന്ന് എന്താണ് ഏഞ്ചൽ കാണിച്ചതെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? കുറെ കൊല്ലം മുമ്പുള്ള കാര്യമല്ല സാറേ, അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ആ കുട്ടി വെറുതെ ഇരിക്കുമ്പോഴൊക്കിടയ്ക്ക് മയങ്ങി വീഴാറുണ്ടായിരുന്നു. തലകറങ്ങി വീഴുന്ന നമ്മൾ കരുതുക, പക്ഷെ ശരിക്കും മയങ്ങി പോകുന്ന. ഇപ്പൊ ഈ ഏഞ്ചലുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? ഞാനൊരു 2 കൊല്ലം മുമ്പ് കണ്ടിരുന്നു. ഈ സ്കൂളില് പെയിന്റിങ്ങിന്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അന്ന് ഏഞ്ചലിന്റെ പെയിന്റിങ്ങുകളും ഉണ്ടായിരുന്നു. അന്ന് കണ്ടതാ. അപ്പൊ ഏഞ്ചൽ ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ? ആണോന്നാ? നല്ല ക്ലാസ് ആയിട്ട് വരയ്ക്കും സാറേ. ചെറുതായിരിക്കുമ്പോ തന്നെ നല്ല ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാ വരയ്ക്കുക. ഓ, അപ്പൊ ശരി ബെന്നിച്ചേട്ടാ, താങ്ക് യു. ആയിക്കോട്ടെ സാറേ. പഴയ എസ്റ്റേറ്റിന്റെ മുമ്പിൽ ഞാനും ഏഞ്ചൽ മോളും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയുണ്ട്. എവിടെ? കയ്യിലില്ല. സാറിന്റെ നമ്പർ തന്നാൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം. യാ. മഹേഷ്, നമ്മളില്ലാത്തപ്പോ ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇവിടുന്ന് പോയപ്പോൾ ഞാൻ മോട്ടർ അടിച്ച് ടാങ്ക് ഫുള്ളാക്കിയതാ. ഇപ്പൊ ഒരു തുള്ളി വെള്ളമില്ല. അതിനിവിടെ ആരുണ്ടായിട്ടാ? ആ മുകളിലത്തെ വാഷ് ബേസിന് ലീക്ക് ഉണ്ടെന്നാ തോന്നുന്നത്. അതൊന്ന് റിപ്പയർ ചെയ്യണം. പിന്നെ ഇവിടെ ആരോ വന്നിട്ടുണ്ട്. കള്ളം കുളിക്കാൻ കയറിയതായിരിക്കും. നീ എന്തായി വരയ്ക്കുന്നേ? ഇറ്റ്സ് എ സ്നെയിൽ. ഒച്ചോ? നീ എന്തിനാ ഒച്ചിന് വരയ്ക്കുന്നേ? ഞാൻ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു. എവിടെ? ഇങ്ങ് താ ഡാഡി. ഡാഡിക്ക് ഒച്ചിനെ പേടിയാണോ? എന്താ മഹേഷ്? Nothing.